ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന, വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു സൂറത്തും അതിനോട് ചേർത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ സൂറത്ത് ശത്രുക്കളുടെ അതിക്രമങ്ങളിൽ ക്ഷമയവലംബിക്കാനും വിശ്വാസദാർഢ്യത ഹൃദയത്തിൽ അലിഞ്ഞുചേരാനും അവതരിക്കപ്പെട്ട ഒരു അധ്യായം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ ആര് പ്രവർത്തിക്കുന്നോ, ആര് ചിന്തിക്കുന്നോ, ആര് നാക്കുകൾ ചലിപ്പിക്കുന്നോ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതിഫലിക്കുകയില്ല. അത് അവരിലേക്ക് തന്നെ മടങ്ങാൻ കാരണമാകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ അറിയാം, അതിൽ ചില പ്രത്യേക സൂറത്തുകളുണ്ട്. ഓരോ സൂറത്തുകളിലും ഓരോ ഫലങ്ങളും മഹത്വങ്ങളുമുണ്ട്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഇസ്മ ഈ സൂറത്തിനോട് ചേർത്തിയിട്ട് തന്നെ ഒരു ഇസ്മ കൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചേക്കാവുന്ന വലിയ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമാകാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ റമളാനിലെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ സഹായിക്കാമെന്നേറ്റു. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ഒരു 50 പേരുടെ, 20 പേരുടെ, 30 പേരുടെ, 10 പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുത്താൽ അത് വലിയ ഭാഗ്യമായിരിക്കും. ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇനിയും ഒരുപാട് റമളാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കാനും നല്ല നിയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 50 പേരുടെ, 20 പേരുടെ, 30 പേരുടെയൊക്കെ നോമ്പ് തുറ നിങ്ങൾക്കും ഏറ്റെടുക്കാവുന്നതാണ്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഗൃഹാന്തരീക്ഷത്തിൽ നല്ല അച്ചടക്കത്തോടുകൂടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. അവർക്ക് അനുയോജ്യമായി, അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസവും കൊടുത്ത് നല്ല ചിട്ടയുള്ള മക്കളാക്കിയിട്ട് നമുക്കവരെ തിരിച്ചു നൽകാൻ സാധിക്കുമെന്നുള്ളത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന പുതിയ സാഹചര്യങ്ങളിൽ നിന്നും മാറി ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ ഇതൊക്കെ ഒരു കാരണമാകുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് അദിൽ എന്ന് പറയുന്ന ഇസ്മ. അതിൻ്റെ അർത്ഥം തന്നെ നീതിമാൻ എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏത് വിഷയങ്ങളിലും ഏറ്റവും നീതിയുക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതും നീതിയുക്തമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതും. അത് ഈ ഭൂമി ലോകത്ത് അതുപോലെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ എത്രത്തോളം നീതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് മനുഷ്യപരിധിയിൽ നിന്ന് നമുക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള നീതീകരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റവും വലിയ നീതിമാൻ. അവന്റെ കോടതിയിൽ തീരുമാനിക്കുന്ന വിഷയങ്ങളാണ് ഏറ്റവും നീതിയുക്തമായിട്ട് തീരുമാനിക്കപ്പെടുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഭരണാധികാരികൾ, നേതാക്കൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ അവരൊക്കെ അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ സ്ഥാനങ്ങളിലുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മ ചൊല്ലാമെന്ന് സ്വാലിഹീങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ പ്രശസ്തി വർദ്ധിക്കാനും അവരുടെ കീർത്തി വർദ്ധിക്കാനും, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനത്ത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മ കൂടെയാണ് ഇസ്മ. ദിക്റുകളിലൂടെയും പുണ്യനാമങ്ങളിലൂടെയും മാത്രം ഒരാൾക്ക് കീർത്തിയുണ്ടാകും, ഒരാൾക്ക് ഉയർച്ചയുണ്ടാകും, വളർച്ചയുണ്ടാകും എന്നൊന്നും നമ്മൾ ധരിച്ചു പോകരുത്. ഇത്തരം ദിക്റുകളൊക്കെ ആത്മീയമായ
ആത്മീയമായിട്ട് നമുക്ക് വലിയ ഉയർച്ച നൽകാൻ കാരണമാകുന്ന ദിക്റുകളാണ്, ഇസ്മുകളാണ്, ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നതോടുകൂടെ ഒരു തവക്കുലിന്റെ റൂട്ട് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ നല്ല മനസ്സും ക്രിയാത്മകവും സത്യസന്ധവുമായ പ്രവർത്തനവും, അങ്ങനെ അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്തരം ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നല്ല ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ശത്രുക്കളുടെ കടന്നാക്രമണം, പ്രതിസന്ധികളിൽ മനക്കരുത്ത് എന്നിവ ലഭ്യമാകുന്നതിന്, സുഗമമായ മുന്നേറ്റത്തിന്, ഒരു ശത്രുവും നമ്മളെ തകർക്കാതിരിക്കാൻ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളും വഞ്ചനകളും ചതികളും നമുക്കെതിരിൽ പ്രയോഗിക്കപ്പെടാതിരിക്കാൻ, നമുക്കെതിരിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ അത്തരം വഞ്ചനകളും ചതികളുമൊക്കെ അത് നമുക്ക് പ്രതിഫലനം ചെയ്യാതിരിക്കാൻ ഇത്തരം ഇസ്മുകള്, ഇത്തരം ആയത്തുകള്, ഇത്തരം സൂറത്തുകൾ കൂടുതൽ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഈ സൂറത്തുൽ ബുറൂജ് എന്ന് പറയുന്ന സൂറത്ത് 22 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. അത് പാരായണം ചെയ്യുന്നത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് വലിയ വിജയം ലഭിക്കാനും നമുക്ക് റാഹത്ത് ലഭിക്കാനും ഖൈർ ലഭിക്കാനും കാരണമാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ ഇത്തരം സാഹചര്യത്തിൽ അവതരിക്കപ്പെട്ട ഒരു സൂറത്ത് കൂടെയാണ് ശത്രുക്കളുടെ അതിക്രമങ്ങളിൽ ക്ഷമയവലംബിക്കാനും വിശ്വാസദാർഢ്യത ഹൃദയത്തിൽ അലിഞ്ഞു ചേരാനും അവതരിക്കപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ബുറൂജ് എന്ന് പറയുന്നത്. ഇത് അല്ലാമ സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവ വിവിധങ്ങളായ ആത്മീയ പുരോഗതിയോടൊപ്പം ഭൗതിക സംതൃപ്തിയും നൽകുന്ന പുണ്യകർമ്മമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അത് ദിനചര്യയാക്കി വർദ്ധിപ്പിക്കുന്നവൻ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ജനങ്ങളുടെയും ഇടയിൽ പ്രശംസിക്കപ്പെട്ടവനാകുമെന്ന് ഒരു ഹദീസ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക, നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് ഒരു ഐഡന്റിറ്റിയായി കൊണ്ട് നടക്കുക, ഏത് പ്രതിസന്ധികളിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണല്ലോ നമ്മൾക്ക് എത്ര ടെൻഷനോടുകൂടെയാണ് ജീവിക്കുന്നത്. വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നിനു പിറകെ ഒന്നൊന്നായി തലക്ക് മീതെ താങ്ങാനാകാതെ നമുക്ക് തലക്ക് മീതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ യഥാർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ ലഭിക്കാൻ സ്വലാത്തൊരു പരിഹാരമാണ് എന്നുള്ളതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. ഇദയക്ഫീക ഹമ്മദ് ദുനിയാ വഹമ്മൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. തീരാത്ത കടങ്ങളുണ്ടോ, മാറാത്ത രോഗങ്ങളുണ്ടോ, ചൊല്ലിക്കോ മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത്. സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അതുകൊണ്ട് ഈ സ്വലാത്തിന്റെ മാസം എന്ന് പറയുന്നത് ഷാബാൻ മാസമാണ്. ഷാബാൻ മാസമൊക്കെ വിട പറയാനിരിക്കുകയാണ്. നല്ല റാഹത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ എന്തിനാ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മുഅ്മിനീങ്ങൾക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉപകാരം ഉണ്ടാവുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് 5 വഖ്ത് ഫർദ് നമസ്കാരം അള്ളാഹു നമുക്ക് തന്ന ആയുസ്സിൽ അതാ സമയം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ ഖളാ ആക്കാൻ പാടില്ല. അത് കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ നിർവഹിക്കണം. അത് നിർവഹിക്കുന്നതിൽ ഒരു അലസതയും ഒരു അമാന്തതയും ഉണ്ടാകാൻ പാടില്ല, ഒരു മടിയുണ്ടാകാൻ പാടില്ല. അത് ളുഹർ വാങ്ങ് കൊടുത്താൽ അപ്പോൾ തന്നെ ളുഹർ നിസ്കരിക്കുക. അത് അസ്ർ വാങ്ങ് കൊടുക്കുന്ന തൊട്ട് മുമ്പ് നിസ്കരിച്ച് ളുഹർ അസ്റും കൂടി ഒരുമിച്ച് നിസ്കരിക്കുന്ന ശൈലി നമ്മിൽ നിന്ന് മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ ഒരാളുടെയും ഗീബത്ത് പറയാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവൻ്റെ ബോഡി കൊണ്ടുവന്ന് നിന്നോട് ജീവിതകാലത്ത് നീ ഭക്ഷിച്ചതുപോലെ ഭക്ഷിക്കുവിൻ എന്ന്
എന്ന് പറയും. ആ രൂപത്തിലൊന്നും നമ്മൾ പരീക്ഷിക്കപ്പെടരുത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരാളോടും വെറുപ്പില്ലാണ്ടിരിക്കുക, വിദ്വേഷമില്ലാണ്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിനെ കുറിച്ചും അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ ദിവസവും അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യണം. ചുരുങ്ങിയത് കാണാതെ പഠിക്കുകയെങ്കിലും വേണം. അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥം നമുക്കറിയുമെങ്കിൽ അതും മനസ്സിലാക്കണം. അങ്ങനെ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും പകർത്തി നോക്കൂ, ചൊല്ലി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള മാറ്റങ്ങൾ ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സ നമുക്ക് നൽകുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.